നമസ്കാരം. പത്തനംതിട്ട ജില്ലയൊട്ടാകെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കു നേരെ പീഡനം അരങ്ങേറുകയാണെന്ന് കേരള സ്റ്റേറ്റ് ദളിത് ലീഡേഴ്സ് കൗൺസിൽ ജനറൽ സെക്രട്ടറി IK രവീന്ദ്രരാജ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോയിപ്പുറം വരയന്നൂരിലെ സുരേഷിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന വിവരം പുറത്തായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ്. ഇത് സംബന്ധിച്ച് കോന്നി SHO നൽകിയ റിപ്പോർട്ട് 3 മാസത്തോളമാണ് SP പൂഴ്ത്തിവച്ചത്. മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതോടെയാണ് വിവരം പുറത്തായത് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ജില്ലയിൽ ഈ SP-യുടെ തൊട്ടുകാർക്ക് ഭരണത്തിന് കീഴിൽ ജില്ലയിലെ നിയമസമാധാനം അതീവ ഗുരുതരമായ അപകടാവസ്ഥയിലായി. ആ അപകടാവസ്ഥയിലായതിന്റെ ഏറിയ ദുഃഖവും പ്രശ്നവും നേരിടേണ്ടി വരുന്നത് സമൂഹത്തിലെ ഏറ്റവും ദുർബല ജനവിഭാഗങ്ങളായ പട്ടികജാതി പട്ടികവർഗക്കാരാണ്. അടൂര് അധികൃതത്തിന്റെ പേരിൽ ഒരു പട്ടികജാതി കുടുംബത്തിനെ വീട് കയറി ആക്രമിക്കും. ആക്രമിച്ചവർക്കെതിരെ മൈനർ സെക്ഷൻ ഇട്ട് കേസെടുക്കുകയും ഗുരുതരമായ ആക്രമണത്തിന് വിധേയമായവരെ ജാമ്യമില്ലാ വകുപ്പ് പ്രയോഗിച്ച് ജയിലിലയക്കുകയും ചെയ്യും. ഇങ്ങനെ ജില്ലയിൽ വ്യാപകമായി ഒട്ടനവധി സംഭവങ്ങൾ നടന്നു. ഇതൊന്നും പട്ടികജാതി പീഡനത്തിന്റെ പരിധിയിൽ വരാതെ മറ്റ് സ്വാധീനത്തിന്റെ ഇടപെടലിന്റെയും അടിസ്ഥാനത്തിൽ അതെല്ലാം ഇല്ലാതാക്കുന്ന സമീപനമാണ്. അതുകൊണ്ട് ഈ കൊലപാതക കേസിൽ SP-യെ കൂടി പ്രതി ചേർത്ത് ഈ കോയിപ്പുറം SHO-യെയും മറ്റ് പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് പട്ടികജാതി പീഡന നിരോധന നിയമം വെച്ച് കേസെടുക്കണമെന്നാണ് വളരെ വിനയപൂർവ്വം ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണുന്നതിനുള്ള സമയം ചോദിച്ചുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിലായിരുന്നു. പിന്നീട് നിലമ്പൂർ ഉപജില്ലയിൽ പോയപ്പോൾ അദ്ദേഹം യാത്രയായിരുന്നു. കേരളത്തിലെ പട്ടികജാതി സംഘടനാ ഭാരവാഹികൾ കൃത്യമായും മുഖ്യമന്ത്രിയെ കാണും. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ കാണും. ഇതിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ പോലീസ് ഓട്ടുന്നുണ്ടാവും. നിങ്ങളിൽ പലരും ഓട്ടുന്നുണ്ടാവാം. 80 കിലോ ഭാരമുള്ള ഒരാൾ ഇലാസ്റ്റിക്കിൽ തൂങ്ങി മരിച്ചുവെന്ന് കുപ്രസിദ്ധ ചരിത്രം എഴുതിയതാണ് ഇവിടുത്തെ പോലീസ് മുഴുവൻ മോശമാണെന്ന് ഞാൻ പറയുന്നു. 80 കിലോ ഭാരമുള്ള ഒരാൾ കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ഇലാസ്റ്റിക്കിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ വിചിത്ര കഥയുണ്ടാക്കിയ പോലീസാണ്. ആ പോലീസ് ഹരീഷിനെയും സത്യനെയും എല്ലാം ഉൾപ്പെടുത്തി ഈ കേസ് തേച്ചു കളയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അത് സമ്മതിക്കില്ല എന്ന് ഇതിനകം ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ ഞങ്ങൾ നേരിൽ അറിയിക്കും. അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉണ്ടായിരിക്കെ ജനാധിപത്യ രീതിയിൽ ജനകീയമായും നിയമപരമായും പ്രതിനിധിക്കും ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തി ഒരു പരാതിയും അയച്ച് പത്രത്തിൽ ഒരു വാർത്തയും വന്നു, ഒരു പടവും വന്നതിന് ശേഷം ഞങ്ങൾ അടങ്ങിയിരിക്കുമെന്ന് ആരെങ്കിലും ധരിക്കുന്നതിൽ തെറ്റാണ്. ഒരു സ്വാധീനത്തിനും മുടങ്ങാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. വളരെ വിനയപൂർവ്വം